മനുഷ്യത്വം മരവിക്കുന്ന കാഴ്ചകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളായി മാറുന്ന വിദ്യാലയങ്ങൾ, ചിതറിക്കിടക്കുന്ന പാഠപുസ്തകങ്ങൾക്കിടയിൽ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന അനേകം ബാല്യങ്ങൾ. ലെബനാനിൽ നിന്നുള്ള വാർത്തകൾ ലോകത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുകയാണ്. വെറും 7 ദിവസത്തിനിടെ പൊലിഞ്ഞുപോയത് 83 പിഞ്ചു ജീവനുകളാണ്. യുദ്ധം ബാക്കിയാക്കുന്നത് എന്നും ഒന്നും അറിയാത്ത കുരുന്നുകളുടെ ജീവനുകളെയാണ്. ലെബനാനിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഭീകരതയെക്കുറിച്ചുള്ള യുണിസെഫിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മാർച്ച് 2 മുതൽ ലെബനാനിൽ ഇസ്രായേൽ ആരംഭിച്ച അതിരൂക്ഷമായ വ്യോമാക്രമണങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 83 ആയി എന്നുള്ളതാണ് കണക്കുകൾ. പ്രതിദിനം ഏകദേശം ശരാശരി 10 കുട്ടികൾ എന്ന നിലയിലാണ് മരണം സംഭവിക്കുന്നത്. 254 കുട്ടികൾക്ക് മുകളിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ലെബനാനിലെ ആക്രമണങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 394 ആയി ഉയർന്നു എന്നും കണക്കുകൾ പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് ഏതൊരാളെയും സങ്കടത്തിലാഴ്ത്തുന്ന മറ്റൊരു വാസ്തവം. ലിദാനി നദിക്ക് വടക്കുള്ള സർ എൽ ഖിർബിയ ഗ്രാമത്തിൽ 3 നില കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 18 പേരാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന ലെബാന്റെ ആരോഗ്യരംഗം പരിക്കേറ്റവരെ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഇപ്പോൾ. പല സ്കൂളുകളും ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ വീടുകളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. അതിൽ തന്നെ 2 ലക്ഷത്തോളം കുട്ടികളാണ്. യുദ്ധത്തിന്റെ കൊടും ക്രൂരതകൾ വർഷങ്ങളായി പേറുന്ന ഫലസ്തീനിലെ ഗസയിലും നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത വേദനയുടെ കണക്കുകളായിരുന്നു. നിമിഷം തോറും വീഴുന്ന ബോംബുകളെന്ന് കവർന്നെടുത്തിരുന്നത് 10,000-കണക്കിന് കുട്ടികളുടെ ജീവനായിരുന്നു. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടും ഉറ്റവർക്ക് മുൻപിൽ പിടഞ്ഞു വീണും ഗസയിൽ ഒരു തലമുറ തന്നെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഇറാനിലെ മിനാബ് നഗരത്തിലെ വിദ്യാലയത്തിന് നേരെയാണ് അപ്രതീക്ഷിതമായ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടിന്റെ ആദ്യ ആക്രമണം ഉണ്ടായത്. ക്ലാസ് മുറികളിൽ പാഠഭാഗങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കുരുന്നുകൾക്കിടയിലേക്ക് മരണം കടന്നു വന്നത് നിമിഷ നേരം കൊണ്ടായിരുന്നു. പൊട്ടിത്തെറിയിൽ തകർന്നു വീണത് അന്ന് കെട്ടിടങ്ങൾ മാത്രമായിരുന്നില്ല, ഒരുപിടി മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും ആക്രമണത്തിന്റെ പ്രധാന ഇരകൾ യാതൊരു അറിവുമില്ലാത്ത പിഞ്ചു കുട്ടികളാണ്. അതിർത്തികൾ കാക്കാനുള്ള പോരാട്ടമെന്നും പ്രതിരോധമെന്നും അധികാരികൾ പറയുമ്പോഴും ആ മണ്ണിലെല്ലാം വീഴുന്നത് നിഷ്കളങ്കമായ കുട്ടികളുടെ ചോരകളാണ്. ഫലസ്തീൻ മുതൽ ഇറാനും ലെബനാനും വരെ പടരുന്ന ഈ യുദ്ധഭീതിയിൽ വെന്തുരുകുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളായ അനേകായിരം കുഞ്ഞുങ്ങളായിരുന്നു. സാധാരണക്കാരെയും സ്കൂൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കണമെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കണമെന്നും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ അടിയന്തര യുദ്ധം അവസാനിപ്പിക്കണമെന്നും യുണിസെഫ് ഈ പ്രസ്താവനയോടുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിർത്തികൾ മാറുന്നുണ്ടാകാം, യുദ്ധം ചെയ്യുന്നവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മാറുന്നുണ്ടാവാം, എന്നാൽ മാറാത്ത ഒന്നേ ഉള്ളൂ: ചിതറിക്കിടക്കുന്ന ബോംബുകൾക്കിടയിൽ ഒതുങ്ങിപ്പോകുന്ന പിഞ്ചുബാല്യങ്ങൾ. ഫലസ്തീനിലെയും ഇറാനിലെയും ലെബനയിലെയും ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ ഒന്നും അറിയാത്ത കുരുന്നുകൾ മാത്രമായിരിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.